റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത അനിയൻ സ്കൂട്ടർ ഓടിച്ചെന്ന് കാണിച്ച് 19-കാരിക്കെതിരെ അന്യായമായി കേസെടുത്തതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വിദ്യാനഗർ SI അനൂപിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. മാജിദയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കും. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, അനധികൃതമായി ഇത്തരത്തിലെടുത്ത കേസിൽ ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് വിശദാംശങ്ങൾ? റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിൽ. വിനീത, പുറത്തു വന്ന CCTV ദൃശ്യത്തിൽ തന്നെ ഇത് അന്യായമായി എടുത്ത കേസാണ്. അതോടൊപ്പം വിദ്യാനഗർ SIക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചുവെന്ന പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലിലേക്കാണ് പോകുന്നത്. അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ CCTV ദൃശ്യത്തിൽ കൃത്യമായി തന്നെ സഹോദരനല്ല മാജിദയാണ് ആ സ്കൂട്ടർ ഓടിക്കുന്നതെന്നും ആ സ്കൂട്ടർ അവിടെ റോഡരികിൽ കൊണ്ടുവച്ചതിന് ശേഷം പോലീസ് എത്തി പോലീസ് നടപടി പൂർത്തിയാകുന്നവരെ ഏതെങ്കിലും ഒരു സമയത്ത് ആ സഹോദരൻ ആ സ്കൂട്ടറിൽ കയറിയിരിക്കുന്നത് പോലുമില്ല. അങ്ങനെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ സഹോദരൻ സ്കൂട്ടർ ഓടിച്ചു എന്നതിൻ്റെ പേരിലാണ് ഈ 19-കാരിയായ മാജിദയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ നിലവിൽ പ്രാഥമിക കണ്ടെത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് 2 ദിവസത്തിനകം ഇതിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോകും എന്നാണ് ജില്ലാ പോലീസ് മേധാവി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. പ്രാഥമികമായി സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാജിദയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR ഉടൻ തന്നെ റദ്ദാക്കുകയും ചെയ്യും. വിനീത, ശരി. അരുൺ പൂപ്പറമ്പയുടെ വാർത്ത ഏതായാലും ഫലം കാണുകയും ചെയ്തിരിക്കുന്നു. അരുണാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.